പാലക്കാട് കോട്ടായിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ മോഹൻകുമാർ സിപിഐഎമ്മിൽ ചേർന്നു. മോഹൻകുമാറിനൊപ്പം നിരവധി കോൺഗ്രസ് പ്രവർത്തകരും സിപിഐഎമ്മിൽ ചേർന്നു. നേരത്തെ ഡിസിസി നേതൃത്വത്തെ വിമർശിച്ച് മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ കോട്ടായിൽ വിമത കൺവെൻഷൻ നടന്നിരുന്നു. ഡിസിസി പ്രസിഡന്റ് ഗ്രൂപ്പിസത്തിന് വഴിയൊരുക്കുന്നു എന്നായിരുന്നു മോഹൻകുമാർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച ആരോപണം. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, കോട്ടായി കുറച്ചു കാലമായി കലുഷിതമായി നിൽക്കുകയാണ്. അതിന്റെ ഒരു അവസാന ഫലത്തിലേക്ക് അത് എത്തുകയാണോ? മോഹൻകുമാറിനൊപ്പം എത്ര പേർ സിപിഐഎമ്മിലേക്ക് മാറിയിട്ടുണ്ട്? സുജയ, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. ഇവിടെ എനിക്കൊപ്പം ഇപ്പോൾ CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ CPM-ലേക്ക് കടന്നു വന്നിട്ടുള്ള കോട്ടായുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന മോഹൻകുമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. നേരത്തെ തന്നെ കോൺഗ്രസിന്റെ പാലക്കാട് നേതൃത്വത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും പരാതികളുമാണ് മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നയിച്ചിരുന്നത്. അതായത് DCC പ്രസിഡന്റ് തന്നെ ഗ്രൂപ്പിസത്തിന് വഴിയൊരുക്കുന്നു, ഗ്രൂപ്പിസം വളർത്താനുള്ള ശ്രമങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതായിരുന്നു മോഹൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം. ആ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദേശീയ നേതാക്കൾക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതികളൊന്നും യാതൊരു രീതിയിലും നടപടി ഉണ്ടാവാതെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ CPM-ന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തി CPM-ൽ ചേർന്നിരിക്കുന്നത്. മോഹൻകുമാറും CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇനി കോട്ടായിൽ ഇപ്പോൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അവരെല്ലാം CPM-ലേക്ക് വന്നിരിക്കുന്നു, അവരെല്ലാം സ്വീകരിച്ചിരിക്കുന്നു. അതെ, ഞാനിപ്പോൾ അല്പസമയം മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചല്ലോ, പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് ഈ ചതലരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, കോൺഗ്രസ് അത്രത്തോളം ദുർബലപ്പെട്ടു പോയി. ഇവിടെ മോഹൻകുമാർ തന്നെ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചതുപോലെ അവർക്ക് സ്ഥാനമാനങ്ങളും അധികാരത്തിനു വേണ്ടി വർഗീയതയുമായി കൂട്ടുകെട്ടും. അത് കുറേ കാലമായി കോൺഗ്രസ് തുടരുകയാണല്ലോ. അത് കേരളത്തിലാകമാനമുണ്ട്. പാലക്കാട് ജില്ലയിലെ ബൈ ഇലക്ഷനിൽ SDP-യും ജമാഅത്തെ ഇസ്ലാമിയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു എന്ന റിസൾട്ട് വന്നുടനെ പട്ടണത്തിൽ പ്രകടനം നടത്തിയത്. മാത്രമല്ല, RSSന്റെ 10,000-ഓളം വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മാറ്റി ചെയ്തു. അപ്പോൾ പൂർണ്ണമായും കോൺഗ്രസ് വർഗീയ ശക്തികളുടെ പിടിയിലാണ്. ഇത് മനസ്സിലാക്കിയാണ് മതനിരപേക്ഷ മനസ്സ് സംരക്ഷിക്കുക, മതനിരപേക്ഷ കേരളം സംരക്ഷിക്കുക, മാത്രമല്ല ഗ്രൂപ്പിസത്തിന് അതീതമായി ഈ കേരളത്തിലെ മനുഷ്യരുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഏക പാർട്ടി തൊഴിലാളി വർഗ പാർട്ടിയായിട്ടുള്ള CPM ആണ് എന്ന തിരിച്ചറിവാണ് മോഹൻകുമാറിൻ്റെ ഒപ്പം വന്നിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളും ഇപ്പോൾ CPM-മായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അവരെ സർമാത്മന ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. നല്ല സന്തോഷമാണ് അതിൽ. ഇപ്പോൾ മോഹൻകുമാർ ഉൾപ്പെടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് DCC നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുതുതായി ഷാഫി പറമ്പിൽ MPക്കെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്താണ് അതിന്റെ അടിസ്ഥാനം? ഇത് സത്യസന്ധമായ അഭിപ്രായമാണ്, ആരോപണങ്ങളല്ല, അടിസ്ഥാനപരമായ സത്യമാണ്. ഈ സത്യം എല്ലാവർക്കും അറിയാം. കാരണം പച്ചയായ വർഗീയത പറഞ്ഞിട്ടല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മതേതരത്വത്തെ പറ്റി പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നവരല്ല. അങ്ങനെ വരികയാണെങ്കിൽ ഈ പാലക്കാടിൽ ഈ ഷാഫി പറമ്പിലിന് ജയിപ്പിച്ച ഒരു വോട്ടറെങ്കിലും അദ്ദേഹം ഇവിടെ തിരഞ്ഞെടുക്കുമായിരുന്നു. എന്തുകൊണ്ട് പത്തനംതിട്ടയിൽ വന്നു? അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ബിനാമി എന്നതിൽ കവിഞ്ഞു പാലക്കാടിലെ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്നും ചെയ്യാൻ കഴിവില്ല. കഴിവുള്ള ആളുകളെ അകറ്റി നിർത്തുക, ഗ്രൂപ്പ് താല്പര്യങ്ങൾ സംരക്ഷിക്കുക. അതിന് എഗനിസ്റ്റായി നിൽക്കേണ്ട നടപടിയെടുക്കേണ്ട DCC പ്രസിഡന്റിന് അത് കഴിയാതെയായിപ്പോയി. അതാണ് പാലക്കാട് ജില്ലാ കോൺഗ്രസിന്റെ ശാപം. നിങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ഈ ഗ്രൂപ്പിസം എന്ന് പറയുന്നത്. അത് പിന്നീട് വളർന്നു വലുതായി, അത് ദേശീയ നേതൃത്വത്തിന് വരെ പരാതി നൽകി. പക്ഷേ അതിലൊന്നും യാതൊരു നടപടി ഉണ്ടായി. അതൊരു പ്രാദേശികവാദമല്ല. പാലക്കാട് ജില്ലാ കോൺഗ്രസിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതത്തോലെ പൊട്ടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാരണമാണ്. അതിന് ഞാൻ തുടക്കമിടുന്നു എന്ന് മാത്രം. തുടർന്നുള്ള ദിവസങ്ങളിൽ DCC സെക്രട്ടറിമാരുൾപ്പെടെയുള്ള വൻ ആളുകൾ ആ പ്രസ്ഥാനം വിട്ടുകൊണ്ട് ഈ കരുത്തുറ്റ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറും. 100%. എത്ര പേരെ ഇപ്പോൾ മോഹൻകുമാറിനൊപ്പം CPM-ലേക്ക് ചേർന്നു? ഇന്ന് ഭാരവാഹികൾ മാത്രമാണ്. ഇന്ന് പ്രതികൂല സാഹചര്യമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു 300-ഓളം ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെ മോഹൻഗൾസിന്. മഴ മാറിക്കഴിയുമ്പോൾ കൂടുതൽ ആളുകൾ ഇദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് പാർട്ടിയിലേക്ക് എത്തും എന്നതാണ് ഇപ്പോൾ പറയുന്നത്.